അയ്യോ ഒരുപാട് എന്നെ ഇട്ട് ചുറ്റിച്ചൊരു കീയാണ് ഇതാ ഈ ഇരിക്കുന്നത്, ലോക്കറിൻ്റെ കീ. SBI ബാങ്കിൽ എൻ്റെ ലോക്കറിൻ്റെ കീയാണ് ഇരിക്കുന്നത്. 2016 2016 ഞാൻ എടുത്തതാണ് ഈ ലോക്കർ. അന്ന് ഖത്തറിലായിരുന്ന സമയത്ത് ഞാനും മോളും അവിടെ ആയിരുന്നു. അപ്പം ആ സമയത്ത് ഇവിടെ ലോക്കർ എൻ്റെയും എൻ്റെ ഗ്രാൻഡ് മാഡേയും കൂടെ പേരിൽ ജോയിൻ്റ് അക്കൗണ്ട് ആക്കിയിട്ട് ലോക്കർ എടുത്തതായിരുന്നു. പക്ഷേ അത് ക്ലോസ് ചെയ്തില്ല. അന്ന് തിരിച്ച് വന്നതിന് ശേഷം ഞാൻ അതിൻ്റെ എൻ്റെ ഡോക്യുമെൻറ്റ്സും ഓർണമെൻറ്റ്സൊക്കെ അതിൽ വെച്ചിട്ടാണ് പോയത്. പിന്നെ അത് ലോക്കറിലോട്ടല്ല, ഫുള്ള് പണയത്തിലോട്ടായിരുന്നു. അന്ന് തൊട്ട് ഇന്ന് വരെയും പണയത്തിലോട്ടാണ്. എടുക്കും വയ്ക്കും അങ്ങനെ ആയിരുന്നു. അത് പക്ഷേ ക്ലോസ് ചെയ്തില്ല. ഇത്രയും നാളായിട്ടും 10 വർഷമായിട്ട് ക്ലോസ് ചെയ്യാതെ ഇട്ടിരുന്നു. വെറുതെ കൊടുത്തോണ്ടേയിരുന്നു. അത് ക്ലോസ് ചെയ്യാൻ അവിടെ മുഴുവൻ ചക്കയും മാങ്ങയും തേങ്ങയൊക്കെയാണ്. അപ്പം 4-ാം തീയതി അനിയത്തിയുടെ കല്യാണത്തിന് മുമ്പ് വരെ നമ്മുടെ കാർ പോർച്ച് ഫുൾ ഇതുപോലെ ചക്ക മാങ്ങ തേങ്ങ എന്തെങ്കിലും എന്ത് സാധനം ഉണ്ടെങ്കിലും അതൊക്കെ ആയിരുന്നു അവിടെ ഇരിക്കാറുണ്ടായിരുന്നു. പറ്റുമെങ്കിൽ എൻ്റെ ഗ്രാൻഡ്മ വിറകും കൂടി ഉണ്ടെങ്കിൽ അതും കൂടി കൊണ്ട് വയ്ക്കാറുണ്ട്. എന്തൊക്കെ അവിടെ വയ്ക്കാൻ പറ്റും മാക്സിമം അതെല്ലാം വയ്ക്കും. കാരണം സൗകര്യത്തിന് കയറി വരുമ്പോൾ, റോഡിൽ നിന്ന് കയറി വരുമ്പോൾ ഏറ്റവും സൗകര്യത്തിന് അവിടെ വയ്ക്കാനാണ് സുഖം. അതുകൊണ്ട് ഇത് എൻ്റെ ഗ്രാൻഡ്മ എൻ്റെ മമ്മിക്ക് കൊടുത്ത പറമ്പിലാണ് ഈ വീട് വെച്ചിരിക്കുന്നത്, ഈ റോഡിനോട് ചേർന്നതിനെ. ഇതിൻ്റെ ബാക്കിലാണെങ്കിലും സൈഡിലാണെങ്കിലും ഫ്രണ്ടിലാണെങ്കിലും ജംഗ്ഷനിലാണെങ്കിലും ഒക്കെ നമ്മളുടെ ബസ്സുകൾ തന്നെയാണ് കിടക്കുന്നത്. ഇത്രയും 10-30 വർഷമായിട്ട് ഇപ്പോഴും വിറ്റ് പോവാതെ, ഒരു കഷ്ണം പോലും ഒരു സെക്കൻഡ് പോലും വിറ്റ് പോവാതെ ഇത്രയും അന്നുകൊണ്ടും ദൈവം സഹായിച്ച് അങ്ങനെ തന്നെയുണ്ട്. ഇതാട്ടോ നമ്മളുടെ ജംഗ്ഷനിൽ എത്ര ദൂരമേ ഉള്ളൂ, 3-ാമത്തെ 4-ാമത്തെ വീടാണ്. പണ്ട് എൻ്റെ ജോലിയായിരുന്നു. കുടുംബ വീട്ടിലാകുമ്പോഴത്തേക്കും എല്ലാവർക്കും വണ്ടി വരുമ്പോഴത്തേക്കും മീൻസ് സൈഡ് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് എൻ്റെ ജോലിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ പൊന്നൂൻ്റെ ജോലിയാണ്. ഗേറ്റ് ഓപ്പൺ ചെയ്യലും ക്ലോസ് ചെയ്യലും എന്ന് പറയുന്നത് പൊന്നൂൻ്റെ ജോലിയാണ്. അപ്പം നമ്മളങ്ങനെ പോവുകയാണ് ഗേസ്. ഇന്നത്തോടു കൂടി ഈ തലവേദന അങ്ങ് അവസാനിപ്പിക്കണം. എത്ര വർഷങ്ങൾക്ക് ശേഷമായിട്ടാണ് ഈ ബാഗിലോട്ട് ഞാൻ പോകുന്നത്. ഇവിടെ എനിക്ക് തോന്നുന്നു 2008 ഞാൻ ആദ്യമായിട്ട് ഇവിടെ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് തോന്നുന്നു. പക്ഷെ അന്നൊന്നും ഇത് AC ഒന്നും അല്ലായിരുന്നു. ഇപ്പം നല്ല സെറ്റപ്പായി. ഞാൻ അപ്പോഴൊക്കെ ചോദിക്കുമായിരുന്നു എന്നാണ് ഇവിടെ വന്നൊന്ന് ചൂട് കൊള്ളാതെ ഇരിക്കാൻ പറ്റുക. വെറുതെ പോയല്ലേ ആ പൈസ, ഒരു കാര്യമില്ലാതെ പോയി. നീ എഴുതിയത് ലോക്കർ ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവർ നോട്ടീസ് അയക്കുന്ന സമയത്ത് തന്നെ പൊന്നു ഗ്രാൻഡ്മയും കൂട്ടി വന്നിട്ട് റിക്വസ്റ്റൊക്കെ അവൾ തന്നെ എഴുതി കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അതൊന്നും ഓക്കെ ആയില്ല. ഞാനും കൂടി നിർബന്ധമായിട്ട് ജോയിൻ്റ് അക്കൗണ്ട് ആയതുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. പക്ഷേ ഏപ്രിൽ ഫസ്റ്റ് വീക്കൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ ഈ വർഷത്തെ റെൻറ്റും കൂടി പോകില്ലായിരുന്നു. പക്ഷേ